Good morning, students. So, today we will be studying about the descriptive, casual, and experimental research. So, what is descriptive research? Descriptive research is conducted to discover and determine the characteristics of a population. ഒരു പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുന്നത്. അത് മെയിൻലി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഹൂ, വാട്ട്, വെൻ, വെയർ ആൻഡ് ഹൗ. ഈ 5 ചോദ്യങ്ങൾക്കാണ് അവർ എപ്പോഴും ഉത്തരം തരാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഹൂ, ആര്, എവിടെ, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ. ഓക്കെ. ആൻഡ് ഓൾസോ ബട്ട് ഇതിന് നമുക്ക് വൈ എന്നുള്ളവരുടെ ഉത്തരം നമുക്കിവിടെ കിട്ടണമെന്നില്ല, ഓർ കോസ് ആൻഡ് എഫക്റ്റ് നമുക്കിവിടെ കിട്ടണമെന്ന് നിർബന്ധം ഇല്ല. സോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ മനസ്സിലാക്കാനാണ്. ആൻഡ് ഓൾസോ നമ്മളുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൂ, വാട്ട്, വെൻ, വെയർ ആൻഡ് ഹൗ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനായിരിക്കും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇത്രയും ദിവസവും നമ്മൾ ഈ നിങ്ങളൊരു റിസർച്ച് വർക്ക്സ് ഒക്കെ റെഫർ ചെയ്യാൻ നേരത്തെ ഉണ്ടായിട്ടുള്ള എന്തൊക്കെയാണ്? ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം, സ്പെസിഫിക് ഹൈപ്പോത്തസിസ്, ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നീഡഡ്. Detailed information needs. In this type of research design, the researcher begins with the structural model already defined and proceeds to actual data collection in order to describe a process or determine some market വേരിയബിൾ. നമുക്ക് ഓൾറെഡി ഉള്ള ഒരു വേരിയബിൾ മേ ബി ഓൾറെഡി ആൾക്കാരെ എസ്റ്റാബ്ലിഷ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്തെടുത്തൊരു മോഡലായിരിക്കാം. അതിനെ വെച്ചിട്ട് വേണം നമ്മൾ ആ കറൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബൈയിങ് ഇൻറ്റൻഷൻ ഓഫ് സം ബേബി പ്രോഡക്ട്സ്, ഇത് കറൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മേ ബി കുറച്ചിന് മുമ്പുള്ള സ്ട്രക്ചറൽ മോഡൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോഡക്റ്റിൻ്റെ വേരിയബിലിറ്റി, എന്തെങ്കിലും ലൈക്ക് ഫീച്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇതേ സാധനത്തിന് നമ്മൾ ഡെവലപ്പ് അഗെയിൻ ടു ഗീവ് എ കറൻറ്റ് സിറ്റുവേഷൻ. വാട്ട് ഈസ് ദ റെസ്പോൺസ് ഫോർ ദി കറൻറ്റ് സിറ്റുവേഷൻ. For example, explain how the consumers comes to know about the product. അവയർനെസ് എങ്ങനെയാണ് ആൻഡ് മേക്സ് എ പർച്ചേസ് ഡിസിഷൻ. ആരൊക്കെയാണ് അവരുടെ പർച്ചേസ് ഡിസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമുക്കിപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മളുടെ വീട്ടിലൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും റിലവൻസും കൊടുക്കും ഇല്ലേ? ലൈക്ക് ദേ വോണ്ട് പർച്ചേസ് യുവർ പാരൻസ് ആയിരിക്കത്തില്ല മെയിൻ തീരുമാനം എടുക്കുന്നത്. യുവർ സജഷൻസിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഫോർ എക്സാമ്പിൾ മെയിൻലി ഇൻ ടു ടെക്നോളജി, ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും, ചുമ്മാ ഒരു ലാപ്ടോപ്പ് മൊബൈൽ വാങ്ങിക്കുന്നതിൻ്റെക്കാട്ടും നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളതിൻ്റെ മേ ബി യു ഹാവ് സം സ്പെസിഫിക് ബ്രാൻഡ്, യുവർ നീഡ്സ്, അതൊക്കെ നോക്കിയിട്ട് മാത്രമേ. സോ പർച്ചേസ് ഡിസിഷനെ ആരാ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആൻഡ് ഡിസ്കസ് ഹൗ കൺസ്യൂമേഴ്സ് റെസ്പോൺസ് ടു ഇന്നോവേഷൻസ്. ഇതിന് ഇന്നോവേഷൻ മോഡൽസ് ഉണ്ട്, ഇന്നോവേഷൻ ഡിഫ്യൂഷൻ മോഡൽസ്. ഇതാ പറഞ്ഞത് ഓൾറെഡി ഉള്ള കുറച്ച് മോഡൽസിനെ വെച്ചായിരിക്കും നമ്മളിവിടെ പഠിക്കുന്നത്. ആൻഡ് ഓൾസോ ഡിറ്റർമിൻ ദ ആവറേജ് ഏജ് ഓഫ് പർച്ചേസ് ഓഫ് യുവർ പ്രോഡക്റ്റ്. പർച്ചേസേഴ്സിൻ്റെ പ്രായം എത്രയാണ്? ആവറേജ് ടൈം സ്പെൻഡ് ഇൻ ഷോപ്പിംഗ് ട്രിപ്പ്. ഒരു ഷോപ്പിൽ ചെന്ന് എത്ര സമയമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബയേഴ്സ് കൺസിഡറേഷൻ സെറ്റ് സൈസ് ഫോർ ദ ബ്രാൻഡഡ് വാഷിംഗ് പൗഡർ. ഇത് എക്സാമ്പിളായിട്ട് പറയുകയാണ്. ദ എവിഡൻസ് the research provide will be used to determine a course of action. As such, it should be conducted as accurately as possible. എന്നുവെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ നമ്മളിങ്ങനെ കുറേ മോഡൽസൊക്കെ വെച്ച് ചെയ്യാൻ നേരത്ത് മാക്സിമം കറക്റ്റ് ആൻസർ തന്നെ കിട്ടും എന്നാണ് നമ്മളുടെ ഒരു കൺസിഡറേഷൻ. ബട്ട് ആക്ച്വലി എറേഴ്സ് ഉണ്ടാവാം. എപ്പോഴും അക്യുറേറ്റ് ആൻസർ ആയിരിക്കണമെന്ന് നിർബന്ധം പറയാൻ പറ്റത്തില്ല. Because descriptive research is marked by the prior formulation of specific hypothesis ആണല്ലോ, the design requires a clear specification of the 6 W's, of which are who should be considered. ആരാണ് നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, ആരെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? എവിടെ ചെന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? where should the respondent be contacted and obtain required information? when, ടൈമിംഗ് എങ്ങനെ? when should the information be obtained from the respondent? what information should be obtained? എന്താണ് നമുക്ക് അവരിൽ നിന്ന് വേണ്ടത്? why are we obtaining information from the respondent?
വൈ കോസ് എഫക്റ്റ് അല്ല ചോദിക്കുന്നത്, നമുക്ക് എന്തിനാണ് ഇവരിൽ നിന്ന് തന്നെ വേണം എന്ന് നമ്മൾ പോകുന്നത്, അത് നമ്മളുടെ ഡീറ്റെയിലിംഗ്. ആൻഡ് വേ, എന്ത് വേ മെത്തേഡിലാണ്, ദ വേ ഇൻ വിച്ച് വി ആർ ഗോയിങ് ടു ഒബ്റ്റെയിൻ ദ ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയും ഡബ്ല്യൂസിന് വേണം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് ആൻസർ കൊടുക്കേണ്ടത്. ഇതൊക്കെ ഹൂ, വേർ, വെൻ, വാട്ട്, വൈ ആൻഡ് way. Okay, this is the 6 W's which we use while we doing descriptive research. Now ഇതിൻ്റെ അകത്തുള്ള ഓരോ ചോദ്യങ്ങളും ഇനി എന്താ റിലവൻസ് എന്നാണ് നമ്മളിനി നോക്കുന്നത്. The questions form the basis for describing the researches to be conducted. ആദ്യത്തേത് who, ആരെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്, ഒരു പുതിയ പ്രോഡക്റ്റ് എടുത്തു, നമ്മളപ്പോൾ അതിൻ്റെ ഒരു ബിഹേവിയർ, കൺസ്യൂമറിൻ്റെ ബിഹേവിയർ എങ്ങനെ എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എടുക്കുന്ന പ്രോഡക്റ്റ് ചോക്ലേറ്റ് പൈനാപ്പിൾ കുക്കീസ്, ഇതാണ് പുതിയൊരു പ്രോഡക്റ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആരിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കുക്കീസിൻ്റെ റിലവൻസ്, ഈ കുക്കീസ് ഇനി പോകുമോ, ആൾക്കാരുടെ ഇടയിൽ ഇതിനൊരു ഡിമാൻഡ് ഉണ്ടാവുമോ എന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ ഏത് ആൾക്കാരിൽ നിന്ന് വേണം എടുക്കാൻ. ലൈക്ക് എനിവൺ ഹൂ ബൈസ് കുക്കീസ്, anyone who buys premium priced cookies, anyone who buys chocolate cookies, anyone who has bought sweet brand cookies. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഇതാണ് നമ്മളുടെ ചോദ്യം ഇല്ലേ. ഇതിൽ ചോക്ലേറ്റ് പൈനാപ്പിൾ കുക്കീസ് എന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മേ ബി സംടൈംസ് നമ്മളിതൊരു പ്രീമിയം പ്രൈസ്ഡ് കുക്കീസായിട്ട് വെക്കാനായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കീസ് സാധാരണ എല്ലാവരും വാങ്ങിക്കുന്നു, അവരിൽ നിന്നാണോ നമ്മൾ ഡേറ്റ എടുക്കേണ്ടത്, അതോ പ്രീമിയം പ്രൈസ്, നമ്മൾ ഇതെങ്ങനെ പ്രൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള സ്ട്രാറ്റജി നമ്മളുണ്ട്. പ്രീമിയം പ്രൈസിങ് ആണോ അതോ ലൈക്ക് മോഡറേറ്റ് ആണോ ഇതെന്നുള്ളത്. സോ എനിവൺ ഹു ബൈസ് പ്രീമിയം പ്രൈസിങ്, അതാണ് നമ്മൾ നോക്കുന്നത്. ചോക്ലേറ്റ് കുക്കീസിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയോ, പൈനാപ്പിൾ ഫ്ലേവേഴ്സ് തന്നെ വേണോ, നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ സ്വീറ്റ് ബ്രാൻഡുള്ള കുക്കീസിനെ സെലക്ട് ചെയ്യുന്നവരാണോ, ഇതിൽ ആരെ വേണം സെലക്ട് ചെയ്ത് വേണം നമ്മളുടെ ഡീറ്റെയിൽസ് എടുക്കേണ്ടതെന്നത് ആദ്യത്തെ ചോദ്യം ഏതിന്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്. നെക്സ്റ്റ് വൺ ഈസ് ഹൂ, sorry, the same thing. Next is where. Where should the respondents be contacted to obtain the required information? എവിടെ ചെന്ന് വേണം നമ്മൾ ഇവരുടെ ഇൻഫർമേഷൻ എടുക്കാൻ? ഗ്രോസറി സ്റ്റോറിൽ പോകണോ, വീട്ടിൽ പോകണോ, പാർക്കിംഗ് ലോട്ടിൽ പോകണോ, ഇനിയും പോസിബിലിറ്റീസ് ഉണ്ട്. ഗ്രോസറി ഇത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ളതാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് പോകാൻ നമ്മൾ മെയിലിൽ പോകണോ, ടെലിഫോൺ പോകണോ, ഫേസ്ബുക്ക് പോകണോ, ഗൂഗിൾ ഫോമാറ്റ് പോകണോ, എങ്ങനെ വേണോ യു ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. സോ മെയിൻലി നമ്മൾ ഡയറക്റ്റ് അപ്രോച്ച് വെക്കാത്ത ഗ്രോസറി സ്റ്റോഴ്സിലാണോ, എവിടെയായിരിക്കും ഇവരെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്കിവിടെ ഡീറ്റെയിൽ കിട്ടുന്നത്, അതാണ് നമ്മളിവിടെ വെയർ എന്നും പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് വെൻ. When in the problem, the timing, when should the information be obtained from the respondent? Some possibilities are before purchasing, while purchasing, immediately after purchasing, within 2 weeks of purchasing their groceries. അപ്പോൾ നമ്മൾ ഏത് ടൈമിലാണ് ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടത്, അതാണ് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ്. ഒരു എക്സാമ്പിൾ മാത്രമേ നമ്മൾ ഈ കുക്കീസിൻ്റെ കാര്യം പറഞ്ഞാൽ, വേറെ പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു മൊബൈൽ ഫോൺ പ്രോഡക്റ്റ് നമ്മൾ ഇട്ടു, അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമുക്ക് അറിയേണ്ടത് അവർ എത്രത്തോളം അതിൻ്റെ അകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വിൽ ബി ആസ്കിങ് വിത്തിൻ 2 weeks ഓഫ് പർച്ചേസ്. ഓക്കെ, ഇമീഡിയറ്റ്ലി ആഫ്റ്റർ പർച്ചേസ് എന്ന് പറയാൻ നേരത്ത് അവിടെ നമുക്കത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ബിക്കോസ് വി നോ അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദറ്റ് പർട്ടിക്കുലർ ബ്രാൻഡ് ഓർ ദറ്റ് പ്രോഡക്റ്റ്, ബട്ട് വി ആർ നോട്ട് അവെയർ ഹൗ മച്ച് ഇറ്റ് വിൽ വർക്ക് ഫോർ അസ്. അപ്പോൾ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ പർച്ചേസിൽ കിട്ടുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കത്തില്ല വിത്തിൻ 2 weeks കിട്ടുന്ന ഒരു പർച്ചേസിൻ്റെ റെസ്പോൺസ്. അതുപോലെ തന്നെ വൈൽ പർച്ചേസിങ്, ഓരോ സമയത്തും കിട്ടുന്ന ആൻസേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. സോ വെൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ മേ ബി ഇമീഡിയറ്റ്ലി ആഫ്റ്റർ പർച്ചേസ് എന്ന് പറയുമ്പോൾ അവിടെ മിക്കവാറും നമ്മൾ ചെക്ക് ചെയ്യുന്നത് പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റീൻ്റെ കാട്ടും അവിടെ ആൾക്കാർ കൊടുത്ത സർവീസിനെ കുറിച്ചായിരിക്കും. അയാൾ ഡീൽ ചെയ്ത സെയിൽസ്മാൻ എത്രത്തോളം നല്ലോണമാണ് ആ ഒരു പ്രോഡക്റ്റിനെ പെർഫോം ചെയ്യുക, ആ പ്രോഡക്റ്റിനെ അങ്ങേർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഹൗ മച്ച് ദേ ആർ ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ അവിടെ സെയിൽസ് ടീമിൻ്റെ എഫക്റ്റീവ്നെസ് നോക്കണമെങ്കിൽ നമ്മൾ മിക്കവാറും ഇമീഡിയറ്റ്ലി ആഫ്റ്റർ പർച്ചേസ് ആയിരിക്കും നോക്കുന്നത്. ഒരു പ്രോഡക്റ്റിൻ്റെ എഫക്റ്റീവ്നെസ് ആണെങ്കിൽ നമ്മൾ മിക്കവാറും 2 weeks കഴിഞ്ഞിട്ടായിരിക്കും നോക്കുന്നത്. ആൻഡ് വൈൽ പർച്ചേസിങ് ഇൻ ഗ്രോസറീസ് മിക്കവാറും നമ്മൾ ആ കടയുടെ ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഒരു ഗുണനിലവാരം മനസ്സിലാക്കാനും ഏത് പ്രോഡക്റ്റ് എവിടെ വെച്ചാൽ ഏറ്റവും നല്ലോണം പോകും ഇത് മനസ്സിലാക്കാനും ഒക്കെ ആയിരിക്കും. ആൻഡ് ബിഫോർ പർച്ചേസിങ് ഓൾസോ നമ്മൾ ആ ഒരു റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ ഒരു പ്രോഡക്റ്റ് ഡിസ്പ്ലേനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിരിക്കും നമ്മളിത്. അപ്പോൾ ഇത് പറഞ്ഞ കണക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എപ്പോൾ ടൈമിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ ഷുഡ് ബി കളക്ട് ദ ഇൻഫർമേഷൻ. ആൻഡ് നെക്സ്റ്റ് ഈസ് വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്. What information
ഷുഡ് ബി ഒബ്റ്റെയിൻ ഫ്രം ദ റെസ്പോണ്ട്. നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് ഇവരിൽ നിന്നും വേണ്ടത്. നമുക്ക് ഒരാളെ കിട്ടിയാൽ പല ഇൻഫർമേഷനും നമുക്ക് കിട്ടും. പക്ഷെ നമ്മുടെ ആപ്റ്റ് പോയിന്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ അവരുടെ അടുത്ത് എന്തൊക്കെ കിട്ടേണ്ടത്? നമുക്ക് ഡെമോഗ്രാഫി വേണോ, സൈക്കോഗ്രാഫിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ വേണോ, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ചോക്ലേറ്റ് പൈനാപ്പിൾ കുക്കീസ് ആണോ വേണ്ടത്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പ്രീമിയം പ്രൈസിങ്, ഇതൊക്കെ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് നമുക്ക് ഇവരിൽ നിന്നും വേണ്ടത്. നെക്സ്റ്റ് ഈസ് വൈ. Why are we obtaining information from the respondent? Some possibilities are to determine consumer attitudinal reaction to the new cookies. ഈ വൈ എന്ന് പറയുന്നത് നമ്മളിവിടെ കോസ് എഫക്റ്റ് റിയാക്ഷന് വേണ്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വൈ എന്നുള്ളതിന് ഉത്തരം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ഇഫ് ഇറ്റ് അഫക്റ്റ് സംതിങ് എൽസ് എന്നുള്ള രീതിയിൽ ഇറ്റ് കോസ് സംതിങ് എൽസ് അതല്ല നമ്മളിവിടെ നോക്കുന്നത്. വൈ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനാണ് ഇവരിൽ നിന്നും ഈ ഇൻഫർമേഷൻ എടുക്കുന്നത്, എന്തിനാണ്? നമുക്കിപ്പോൾ മേ ബി കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനാണോ, മാർക്കറ്റ് സൈസിനെ മനസ്സിലാക്കാനാണോ, അല്ലെങ്കിൽ ഇങ്ങനെ പല ചിന്തകളും ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ. ആൻഡ് ഓൾസോ വേ ഇൻ ദ ടേം ദ പോസിബിൾ വേസ് ഇൻ വിച്ച് വി ആർ ഗോയിങ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ. എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നത്. ഒബ്സർവേഷണൽ ടെക്നിക്സ് ആവാം. ജസ്റ്റ് നമ്മൾ അവരറിയുന്നില്ല, വി ജസ്റ്റ് ലുക്ക് അറ്റ് ദം, അണ്ടർസ്റ്റാൻഡ് ദർ പർച്ചേസ് ബിഹേവിയർ മനസ്സിലാക്കാനായിരിക്കും മിക്കവാറും. പർച്ചേസ് ബിഹേവിയറോ ഒരു പ്രോഡക്റ്റ് ന്യൂ പ്രോഡക്റ്റിൻ്റെ അടുത്തുള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഒബ്സർവേഷൻ ടെക്നിക്ക് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സ്കാനർ ഡേറ്റ എന്താണ്? നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം വി ഗോ ഔട്ട് ആൻഡ് വി ഹാവ് അറ്റ് ദ ബില്ലിംഗ് ടൈം വി ഹാവ് ദാറ്റ് സ്കാനർ ഡേറ്റ സ്കാൻ ഡീറ്റെയിൽസ് ഫ്രം ദ പ്രോഡക്റ്റ്. അതെന്താ സംഭവം? ആക്ച്വലി സ്കാനർ ഡേറ്റ വെച്ചിട്ട് ഞാൻ കുറേ ഡീറ്റെയിൽസ് എടുക്കും. ലൈക്ക് ഏത് പ്രോഡക്റ്റാണ് ഇന്ന ദിവസം ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ കുക്കീസിൽ ഏത് കുക്കീസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് അല്ലെങ്കിൽ എടുത്തിരിക്കുന്നത് എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആ കുക്കീസിൻ്റെ നമ്പർ എമൗണ്ട് തിരിച്ച് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. these details will be given to their logistic department. Logistics in productsൻ്റെ ക്ഷാമമുണ്ട്, സോ ദേ നീഡ് ടു റീപ്ലേസ് ഇറ്റ് എന്നുള്ളത് പറയാനും സ്കാനർ ഡേറ്റ ഉപയോഗിക്കും. ഈ സ്കാനർ ഡേറ്റ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് റിസർച്ചിന് ഉപയോഗിക്കാം. ബൈ അണ്ടർസ്റ്റാൻഡിങ് ഹൗ മെനി പ്രോഡക്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ കാറ്റഗറി ഹാസ് ഗോൺ, why people prefer this, at what time period is the most people come, what age ഗ്രൂപ്പിലുള്ള ആയിരിക്കും കൂടുതൽ വന്ന്, അത് വേറൊരു രീതിയിലും പഠിക്കണം. all these things. Personal interviews, telephone interviews and mail interviews. So these are the 6 W's while we do our marketing descriptive research, that is who, where, when, what, why and where. I think these are clear for you right now. Now next is causal research design. Now what is causal? ഇത് causal എന്നാണ് പറയുന്നത്, കാഷ്വൽ എന്ന് പറയരുത്. ഇറ്റ്സ് causal, കാരണങ്ങൾ. causal research design deals with answering questions like why. ഇവിടെയാണ് cause effect relation മനസ്സിലാക്കാനാണ് നമ്മളിവിടെ causal effect ഉണ്ടാകുന്നത്. It attempts to identify cause and effect relationship between variables. It usually follows exploratory and descriptive. ഇതിൻ്റെ അകത്ത് ഇത് തന്നെ നമുക്ക് ഇത് രണ്ടിലും ഉണ്ടാവും. ഓക്കെ, ആൻഡ് therefore the researcher quite knowledgeable about the subject. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ അകത്തും നമ്മൾ കോസൽ റിസർച്ച് നടത്താറുണ്ട്, ഡിസ്ക്രിപ്റ്റീവിൻ്റെ അകത്ത് നമ്മൾ കോസൽ റിസർച്ച് നടത്താറുണ്ട്. എക്സ്പ്ലോറേറ്ററി ഇൻ ദ സെൻസ് മീൻസ് നമ്മൾ ഔട്ട്സൈഡ് പൈലറ്റ് സ്റ്റഡിയൊക്കെ നടത്തി വി അണ്ടർസ്റ്റാൻഡ് ദീസ് ഓർ വേരിയബിൾസ് ക്യാൻ അഫക്റ്റ് something or affect a consumer behavior or the buying intention or a satisfaction, like what product quality, service delivery platforms. ഇതൊക്കെ നമുക്ക് ഒരു ബൈയിങ് ഇൻറ്റൻഷനെ അവരെ ബാധിക്കും എന്ന് നമ്മൾ എക്സ്പ്ലോറേറ്ററിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിച്ച് വൺ വിൽ അഫക്റ്റ് വാട്ട് സർവീസ് ക്വാളിറ്റി ആണോ ഒരു പ്രോഡക്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഫക്റ്റ് ചെയ്യുന്നത്, പ്രോഡക്റ്റ് ക്വാളിറ്റി മാത്രമാണോ ഏറ്റവും കൂടുതൽ, വാട്ട് കോസ് ദ എഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ബിഹേവിയറൽ ഇൻറ്റൻഷൻ ഓർ ബൈയിങ് ബിഹേവിയർ, അല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയറുള്ള ദ ഇൻറ്റൻഷൻ ടു ബൈ അഗെയിൻ ഫ്രം ദ സെയിം റീറ്റെയിൽ ഷോപ്പ്, അതാണ് എഫക്റ്റ്. കോസ് എന്തൊക്കെയായിരിക്കാം? റീറ്റെയിൽ ഷോപ്പിൻ്റെ ഒരു ലുക്കാണോ, അതിൻ്റെ ബ്രാൻഡാണോ, അതോ അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരുടെ ക്വാളിറ്റിയാണോ, അതോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണോ, ഇങ്ങനെ പല ഫാക്ടേഴ്സാണ്. ഇത് കാരണമാണ് ഇതുണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മളിവിടെ കോസൽ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കുന്നത്. അത് എക്സ്പ്ലോറേറ്ററിയിൽ നമ്മൾ ദീസ് ഓൾ ആർ ദ വേരിയബിൾസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ വി ഡെവലപ്പ് ഹൈപ്പോത്തസിസ്, വി ഡു അവർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് ആൻഡ് ഗെറ്റ് എ ഡേറ്റ കൺക്ലൂഷൻ. അതാണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവിൽ പറഞ്ഞത്. ഇത് രണ്ടിലും നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്.
നെക്സ്റ്റ് ഫോർ ഇൻസ്റ്റൻറ്റ് സെയിൽസ് ഓഫ് എ ഫേം ഹാസ് ഗോൺ അപ്പ്. ഓക്കെ, സെയിൽസ് കൂടിയിട്ടുണ്ട്. ദ കോസൽ ഫാക്ടർ മേ ബി, എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ അകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? പ്രോഡക്റ്റിൻ്റെ എഫക്റ്റീവ്നെസ് ആവാം, ആഡിൻ്റെ എഫക്റ്റീവ്നെസ് ആവാം, കൺസ്യൂമർ പ്രിഫറൻസ് കൂടിയിട്ടാവാം, കോമ്പറ്റീറ്റേഴ്സ് വീക്ക് ആയതാം. ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ള കാരണങ്ങളാണ്. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോറേറ്ററി സ്റ്റഡിയിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇനിയും ഫാക്ടേഴ്സ് ഉണ്ടാകാം. ഒരു സെയിൽസ്, ഒരു ഇൻസ്റ്റൻറ്റ് സെയിൽസ് ഓഫ് എ ഫേം കൂടി എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ തന്നെ ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കും പറയാൻ പറ്റും, സെയിൽസ് പേഴ്സൻ്റെ ക്വാളിറ്റി കൂടുതലും ട്രെയിനിങ് നല്ലതും കൊടുത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് നല്ലതായിരിക്കും. ഇങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് വരും. So exploratory research provides a rough estimate of the major reason. ഇന്ന റീസൺസ് ആയിരിക്കും എന്നായിരിക്കും നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് പറയുന്നതെങ്കിൽ, ലെറ്റ് us say it is identified as ad effectiveness. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ലെങ്കിൽ ഒരു ഡെപ്ത് ഇൻ്റർവ്യൂ ഒക്കെ നടത്താൻ നേരത്ത്, ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്താൻ നേരത്ത് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ആഡിൻ്റെ എഫക്റ്റീവ്നെസ്. ഇത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് എന്താ ചെയ്യുന്നത്? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസ്ക്രൈബ്സ് റിലേഷൻ ബിറ്റ്വീൻ ആഡ് എലമെൻറ്റ് ആൻഡ് കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ്. ഈ ആഡ് എന്ന് ഇവർ പറഞ്ഞു, ഈ ആഡ് എലമെൻറ്റും കൺസ്യൂമർ ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കോറിലേഷൻ ആയിരിക്കും നോക്കുന്നത്. എന്ന് വെച്ചാൽ ആഡ് കൂടുന്നതനുസരിച്ച് കൺസ്യൂമറിൻ്റെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം മാറുന്നുണ്ട്, പോസിറ്റീവായിട്ടാണോ മാറുന്നത്, എത്ര എമൗണ്ടിലാണ് മാറുന്നത്, അത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കോറിലേഷൻ വെച്ച്. ഓർ പ്രിഫറൻസ് ടു ദ പ്രോഡക്റ്റ്, ആഡ് കാരണം ആറ്റിറ്റ്യൂഡാണോ മാറുന്നത്, പ്രിഫറൻസ് ടു ദ പ്രോഡക്റ്റ് മാറുന്നത്, ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും വൈ വി ഡു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ബട്ട് ബിക്കോസ് വൈ വി ടേക്ക് സാമ്പിൾ വി ഡു ആൻഡ് quantitative analysis and get some data in hand, precise data. It explains the correlation among the ad variable and consumer preferences. Causal research precisely estimates the extent to which each variable of the ad has contributed to the rise in sale. അപ്പോൾ ഈ ഒരു ആഡിൻ്റെ പല കാര്യങ്ങൾ എത്രത്തോളമാണ് ഈ ഒരു സെയിൽസിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്കൊരു കോറിലേഷൻ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ കോസൽ വെച്ചാൽ ഈ ദസ് ആഡ് കാരണം കൊണ്ടാണോ മാത്രമാണോ സെയിൽസ് കൂടിയെന്ന് നമുക്കവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളുടെ ഈ കോസൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ഓഫ് ദി സ്റ്റഡീസ് വിച്ച് ഫാൾസ് അണ്ടർ കോസൽ റിസർച്ച്. കോസൽ റിസർച്ചിന് സം എക്സാമ്പിൾസ്, മാർക്കറ്റിംഗിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ പറയുന്നത്. എഫക്റ്റ്, ഇത് നോക്കുക, എല്ലായിടത്തും എഫക്റ്റ് ആണ്. എഫക്റ്റ് കോസ് എഫക്റ്റ് വരാം, ഇമ്പാക്റ്റ് വരാം. ഇതൊക്കെ നമുക്ക് ഈ കോസൽ വരും, ഇമ്പാക്റ്റ് സ്റ്റഡീസ് ഒക്കെ വരും. സോ എഫക്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡിങ് ഓൺ ഇൻക്രീസ് സെയിൽസ്, effect of promotional offers for washing powders, effect of parallel ad campaigns about the shopping center on average time spent. ഇപ്പോൾ നമ്മൾ ട്രാവൻകൂർ മാളിൽ ആഡ് കൊടുക്കും തോറും അവരുടെ ആൾക്കാർ വന്നവർ അതിൻ്റെ അകത്ത് തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുന്ന ടൈം കൂടുന്നുണ്ടോ, അതൊരു പാരലായിട്ട് ആഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻ ഹൗസിൽ തന്നെ നടക്കുന്നുണ്ടായിരിക്കാം. സോ അങ്ങനെ ഒരു ഷോപ്പിംഗ് ട്രിപ്പ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടുമ്പോൾ തന്നെ അവരുടെ റീച്ച് ഫോർ ഡിഫറെൻറ്റ് സ്റ്റോഴ്സ്, അതിൻ്റെ അകത്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കടയിൽ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്, വാക്കിൻസ് വരാൻ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആഡ് വെച്ച് കാരണം ഉണ്ടാവുന്നുണ്ടോ, ഇതിന് എഫക്റ്റ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മളൊരു കോസൽ റിസർച്ചിൽ ചെക്ക് ചെയ്യുന്നത്. നൗ ഡിസൈൻ കൺസിഡറേഷൻ. ഡെവലപ്പിംഗ് എ കോസൽ റിസർച്ച് ഈസ് ഇൻഡീഡ് എ ബിഗ് ടാസ്ക്. ഫസ്റ്റ് യു ഹാവ് ടു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഫിനോമിന, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ സിമ്പിൾ കാര്യങ്ങളും നമ്മളിവിടെ മനസ്സിലാക്കണം. സെക്കൻഡ്, യു ഹാവ് ടു സെപ്പറേറ്റ് വേരിയബിൾസ്, ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ഇനി ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് തേർഡ്, ഐഡൻറ്റിഫൈ ദ കോസ് ഫാക്ടേഴ്സ് ആൻഡ് എഫക്റ്റ് ഫാക്ടേഴ്സ്. Okay, and next is experimental design. So here I am giving a question brief about, I want you to write a brief about what is dependent variable and what is independent variable with one example. I want each and every one to give me answer regarding this. Now next is experimental design. എക്സ്പെരിമെൻ്റൽ നിന്ന് കോസൽ റിസർച്ച് നമ്മൾ കഴിഞ്ഞു. ഇനി എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഷാർപ്പാണ്. ദ കോസൽ റിസർച്ച് റിക്വയർസ് എക്സാമിനേഷൻ ഓഫ് ദി എഫക്റ്റ് വിത്ത് റെഫറൻസ് ടു ദി കോസ്. ഈ കാരണം കൊണ്ടാണോ ഇത് സംഭവിച്ചത്, ഇതാണ് നമ്മളുടെ ഒരു കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് സീക്സ് ടു ആൻസർ ക്വസ്റ്റ്യൻസ്. ഇഫ് ദർ ഈസ് n ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ എക്സ്, ഹൗ മെനി ഡിഗ്രി ഓഫ് ചേഞ്ച് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ വൈ. ഈ പറഞ്ഞ കണക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ സർവീസ് ക്വാളിറ്റി
അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ ക്വാളിറ്റി, ഓക്കെ, സർവീസ് ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു കോസൽ റിസർച്ചാണ്. ഓക്കെ, എത്ര ഡിഗ്രി സർവീസ് ക്വാളിറ്റി കൂടാൻ നേരത്ത് എത്ര ഡിഗ്രി അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടി, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെച്ചാൽ ഇതെല്ലാം 1-ലായിരിക്കും കാൽക്കുലേറ്റ്. 1 ആണ് ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. എല്ലാം പോയിൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 0.89 ഒക്കെ വരുവാണെങ്കിൽ ഹയസ്റ്റ് ചേഞ്ച് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 1 ഡിഗ്രി ചേഞ്ച് ഇൻ സർവീസ് ക്വാളിറ്റി, 1 ഡിഗ്രി പോസിറ്റീവ് ചേഞ്ച് ഇൻ service quality improves the satisfaction by 0.7 ഡിഗ്രി എന്ന് ഞാൻ വെറുതെ പറയുന്നതാണ്. 0.7 എന്ന് പറയുവാണെങ്കിൽ സർവീസ് ക്വാളിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് സാറ്റിസ്ഫാക്ഷനിൽ. അതാ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1 ഡിഗ്രി ചേഞ്ച് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. 1 ഡിഗ്രി ചേഞ്ച് ഇൻ വാട്ട് എൽസ്, ബിഹേവിയർ ഇൻറ്റൻഷന്, അവയർനെസ്. 1 ഡിഗ്രി ചേഞ്ച് ഇൻ അവയർനെസ് കാരണം 1 ഡിഗ്രി ചേഞ്ച് ഇൻ ബിഹേവിയർ ലൈക്ക് ബൈയിങ് ബിഹേവിയറിന് മാറ്റം വന്നു. അല്ലെങ്കിൽ ആഡ് ക്യാമ്പയിൻ്റെ ഇത്രയും ശതമാനം കൂടിയത് കാരണം ഇവർക്ക് ഇത്രയും ടൈം സ്പെൻഡ് കൂടി. ഇതൊക്കെ നമ്മളുടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് സംഭവമാണ്. ഓക്കെ, എ ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ എക്സ്, ഹൗ മെനി ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ വൈ. ഇതാണ് നമ്മളുടെ ആ ഒരു കോറിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Causal research can be conducted either in laboratory or in a field settings. However, situation should be such that there are only 2 variables, dependent and independent. For observation and measurement, we can define experiment as follows. അപ്പോൾ ഇത് ഒരു ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും വേരിയബിൾ മാത്രം വേണ്ടി വരുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. An experiment involves creation of contrived situation in order that the researcher can manipulate one or more variables while controlling all other variables and measuring resultant effect. ഇതാണ് നമ്മൾക്ക് ഏറ്റവും ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്. ഇതിൻ്റെ ഒരു പക്ക എക്സ്പെരിമെൻ്റ് ആണ്. ലൈക്ക് നമ്മളുടെ ഒരു കൺട്രോൾഡ് സിറ്റുവേഷൻ ആണ്. ക്രിയേറ്റഡ് സിറ്റുവേഷനിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും 1 or more വേരിയബിൾസ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്ക് നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രോപ്സ് അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ക്രോപ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, സൺലൈറ്റ്, വാട്ടർ കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം, അതല്ലാതെ എങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അത് എക്സ്പെരിമെൻറ്റ് മാനിപ്പുലേറ്റ് തിങ്സ്. ഓക്കെ, അത് ഇപ്പോൾ നമ്മളുടെ ഒരു കോവിഡിൻ്റെ ഇപ്പോൾ ഇതുപോലെ തന്നെ കോവിഡ് നമ്മളെപ്പോഴും പറയുന്നത് കേരള മോഡൽ cannot be replicated anywhere else എന്ന് പറഞ്ഞാൽ why is it so? ഇപ്പോൾ സിംഗപ്പൂർ മോഡൽ cannot be replicated, why is it so? ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കോമൺ ആണെങ്കിലും ബേസിക്കലി ദ വേ വി അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ, അവർ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് എത്രത്തോളം അവയർനെസ് ഉണ്ട്, അവരതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ഹൗ ദേ ആർ ഡീലിംഗ് വിത്ത്, ഇതൊക്കെ നമുക്ക് എല്ലാ സിറ്റിസണിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് കനോട്ട് ബി റെപ്ലിക്കേറ്റഡ്. കേരള മോഡൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് വേറൊരിടത്ത് ഇതേപോലെ ഗവൺമെൻറ് നിന്നാൽ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈച്ച് ആൻഡ് എവ്രി വൺ ഇൻ അവർ സ്റ്റേറ്റ് ഈസ് അവെയർ ദാറ്റ് ഇറ്റ്സ് ഫോർ അവർ ബെനിഫിറ്റ്. ഓരോ കുഞ്ഞു കുട്ടികൾ വരെ പറയും ഇറ്റ്സ് ഫോർ അവർ ബെനിഫിറ്റ്. നോ വൺ കംസ് നമ്മൾ അല്ലാതെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന ആൾക്കാരല്ലാതെ വേറൊരു മലയാളി വന്ന് പുറത്തിറങ്ങി നിന്ന് പറയത്തില്ല ദാറ്റ് ഇല്ല ഐ കാൺ ഡു ദിസ് ഇല്ലേ. ബിക്കോസ് എവ്രി വൺ ഈസ് അവെയർ ഓഫ് ദ നീഡ് for this type of thing. അതാ പറഞ്ഞത്. സോ ഇതൊക്കെയാണ് ഓരോ സിറ്റുവേഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതൊക്കെ നമ്മൾ അൺനോൺ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ ഗവൺമെൻറ് പ്രോ ആക്റ്റീവ് ഗവൺമെൻറ് ആണ്, അവർ ഭയങ്കരമായിട്ട് ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം അത്ര സ്ട്രോങ് ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ദെയർ, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, ബട്ട് ബേസിക്കലി സംതിങ് എൽസ്, സം ഇൻവോളണ്ടറി ആക്ഷൻസ് ആർ ഓൾസോ ഹാപ്പനിങ്. ഈ ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ, സിറ്റിസൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായി പറയുന്നത്. സോ ഇതിൽ ഈ ഒരു വേരിയബിളിന് ഇത്രയും ഇപ്പം ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സിസ്റ്റം ഇതേപോലത്തെ സിസ്റ്റത്തെ വേറൊരിടത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്. ലൈക്ക് ആൾക്കാരുടെ അവയർനെസ് ഒന്നും ഇതിൻ്റെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ റിയാക്ഷൻസ്, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഏജ്, ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാതെ 2 രീതിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റിംഗ് ആണ്. ഓക്കെ, സോ വി മാനിപ്പുലേറ്റ് തിങ്സ്. The Boyd and West പറഞ്ഞിരിക്കുന്നത് that research process in which 1 or more variables are manipulated under conditions which permit the collection of data which shows the effect, if any, is unconfused,
ഫാഷൻ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഇന്ന സിറ്റുവേഷൻ ലൈക്ക് കേരള മോഡലിൽ പറയുന്ന ആൾക്കാരുടെ വിവരം ലൈക്ക് അവയർനെസ് കൂടിയ ആൾക്കാരുടെ ഇടയിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഒരു ഗവൺമെൻറ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അവയർനെസ് കുറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ഒരു ഗവൺമെൻറ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ആ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ബൈ മാനിപ്പുലേറ്റിംഗ്. അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫാക്ടേഴ്സ് അവയർനെസ്സിനെ രണ്ടുപേരും ഒരുപോലെ ആക്കാം, രണ്ടുപേർക്ക് ഇല്ലാണ്ടാക്കാം, അങ്ങനെ പല രീതിയിലും ഈ മാനിപ്പുലേറ്റ് തിങ്സ്. സോ ഇൻ സ്റ്റോർ സെയിൽ എക്സ്പെരിമെൻറ്റ് ഇതൊരു ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് എക്സ്പെരിമെൻറ്റ് രണ്ട് രീതിയിൽ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആസ് ഇൻ സ്റ്റോർ സെയിൽസ് എക്സ്പെരിമെൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യുണൈറ്റഡ് ഫ്രൂട്ട്സ് കൺസിഡറിങ് റീപ്ലേസിങ് ദെയർ ഗ്രോസ് മെക്കൽ വെറൈറ്റി ഓഫ് ബനാന വിത്ത് വെലറി വെറൈറ്റി. ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ഇൻ സെലക്റ്റഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് 2 വെറൈറ്റീസ് വൈ സ്വിച്ച്ഡ് ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്. ഒരു ദിവസം മൈക്കൽ വെറൈറ്റിയും വെച്ചു, അടുത്ത ദിവസം വലേറി വെറൈറ്റിയും വെച്ചു. ബട്ട് അവർക്ക് അപ്പോഴത്തെ എന്താ മനസ്സിലായത്? ദ ഡേറ്റ ഷോഡ് ദാറ്റ് ദർ ഇസ് നോ വേരിയേഷൻ ഇൻ ദ സെയിൽസ് ഓഫ് ദ പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ദേ വെൻറ്റ് ടു ദ ലാസ്റ്റ് ഡിസിഷൻ ദാറ്റ് they can replace Michael with Valerie. Okay, സോ അതൊരു ആരും അറിയാത്തൊരു സ്വിച്ച് ആയിട്ടുള്ള 2 ദിവസം ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാറി ഇടാൻ നേരത്ത് വേരിയേഷൻ ഒന്നും വരാൻ നേരത്ത് അവർക്ക് നല്ലോണം മനസ്സിലായി ദാറ്റ് ദേ ക്യാൻ ഡു ഇറ്റ് വിത്തൗട്ട് എനി ഡൗട്ട്. നെക്സ്റ്റ് ഈസ് ലബോറട്ടറി ടെസ്റ്റ്. ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറയാൻ നേരത്ത് ഇതൊന്നുമില്ല, അഗ്രികൾച്ചർ ടേസ്റ്റ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ പലയിടത്തും ടി വിയിൽ പല ആഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു എക്സാമ്പിളായിട്ട് പറയാം. ബ്ലൈൻഡ് ടേസ്റ്റ് പാനൽ എന്ന് വെച്ചാൽ ഇവർക്കൊരു സീരിയൽ മാറ്റമുണ്ടായിരുന്നു, മെയ്സിൻ്റെ വേറൊരു അക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇവരിത് റെസ്പോണ്ടൻറ്റിനെ ബ്ലൈൻഡ് ആക്കിയിട്ട് ഇവരെല്ലാം 2 പോറിഡ്ജ്, പണ്ടത്തതും ഇപ്പോഴത്തെ പോറിഡ്ജിൻ്റെ സാമ്പിൾ അൺമാർക്ഡ് ആയിട്ട് ഏത് ബൗളിലാണ് ഏതാണെന്ന് അറിയാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കാൻ നേരത്ത് അവർക്ക് ഇതിൻ്റെ വെറൈറ്റി എത്രത്തോളം ഉണ്ട്, ഏതാ ഏറ്റവും നല്ലത് ഇതിൻ്റെ അകത്ത് നിന്ന് പറയാൻ പറ്റും. സോ ദിസ് ഈസ് എ ലബോറട്ടറി ടെസ്റ്റ് ഓർ ബ്ലൈൻഡ് ടെസ്റ്റ് എന്നും പറയും. സോ എക്സ്പെരിമെൻറ്റ് പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. നൗ കോസൽ വേഴ്സസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇനി ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ബേസിക്കലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പ്ലോറേറ്ററി കൺക്ലൂസീവ് അതെന്താണെന്ന് അറിയാൻ ബൈ ദെയർ ഒബ്ജക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ്സ് ആൻഡ് ഔട്ട്കംസ്. ഇതിൻ്റെ ഓരോന്നും വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പ്ലോറേറ്ററിനെയും കൺക്ലൂസീവിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമ്മളിവിടെ പറഞ്ഞു എക്സ്പ്ലോറേറ്ററി ഉണ്ട്, കൺക്ലൂസീവ് ഉണ്ട്. കൺക്ലൂസീവിൻ്റെ അകത്ത് വരുന്നത് ഏതൊക്കെയാണ് കൺക്ലൂസീവിൻ്റെ അകത്ത് വരുന്നത്? ഡിസ്ക്രിപ്റ്റീവ്, കോസൽ, എക്സ്പെരിമെൻറ്റ്, ഇതൊക്കെ കൺക്ലൂസീവിൻ്റെ അകത്ത് വരുന്ന റിസർച്ചാണ്. ആൻഡ് സോ ഒബ്ജക്റ്റീവ്സിൽ എന്ത് ഡിഫറൻസ്? എക്സ്പ്ലോറേറ്ററിയിലാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് ഏതൊക്കെ വേരിയബിൾസ്. ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റിഗേഷനാണ്, ഐഡൻറ്റിഫൈ റിലേഷൻഷിപ്പ് ആൻഡ് ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ്. വെറാസ് കൺക്ലൂസീവിലാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് these hypotheses using statistical data. Methodology ആണെങ്കിൽ in exploratory research information needed is only loosely defined. നമുക്ക് അതിന് പ്രത്യേക ഡെഫിനിഷൻസ് ഒന്നുമില്ല. അൺസ്ട്രക്ചേർഡ് ആയിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടും ആൻഡ് ഓൾസോ നോൺ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സാമ്പിളിൽ നിന്നായിരിക്കും നമ്മൾ എപ്പോഴും എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ആൻഡ് അതെപ്പോഴും ഒരു ക്വാളിറ്റേറ്റീവ് രീതിയിലായിരിക്കും. ഓക്കെ, അത് സച്ച് റിസർച്ച് ഇസ് ടിപ്പിക്കലി മോർ ഓക്കെ. അതാണ് നമ്മൾ ഇൻ കൺക്ലൂസീവ് റിസർച്ചിലാണെങ്കിലോ വാട്ട് ഹാപ്പൻസ് ഇൻ കൺക്ലൂസീവ് റിസർച്ച്? In conclusive research, the information needed is clearly specified. എന്ത് വേണം എന്നുള്ള കൃത്യമാണ്. is more formal. It's based on large and representative samples. നമ്മൾ കറക്റ്റായിട്ട് തന്നെയായിരിക്കും അതിന് സാമ്പിൾ എടുക്കുന്നത്. ആൻഡ് ദ ഡേറ്റ ഒബ്റ്റെയിൻഡ് ആർ സബ്ജക്റ്റഡ് ടു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. കിട്ടുന്ന ഡേറ്റേനെല്ലാം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യും. ഇനി ഫൈൻഡിങ്സിൽ എന്തായിരിക്കും? ദീസ് ക്യാരക്ടർ റിസർച്ച് പ്രോസസ്. എക്സ്പ്ലോറേറ്ററിയിലെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ വി യൂസ് ഇറ്റ് ആസ് ഇൻപുട്ട് ഫോർ ദ ഫർദർ റിസർച്ച്. ആൻഡ് കൺക്ലൂസീവിലാണെങ്കിൽ ഇറ്റ്സ് നമ്മൾ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി ചെയ്തിട്ട് അതിനൊരു പോളിസി മേക്കിംഗ് ആയിട്ടായിരിക്കും മാറ്റുന്നത്. സോ ഇതാണ് എൻ്റെ ബേസിക്കലി കോസൽ ഡിസ്ക്രിപ്റ്റീവിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻസ്. ഒബ്ജക്റ്റീവിന് ഡിഫറൻസ് കാണും, പിന്നെ മെത്തഡോളജി ഡിഫറൻസ് കാണും, ഫൈൻഡിങ്സിന് ഡിഫറൻസ് കാണും. നൗ ദ സമ്മറി. നമ്മുടെ ലാസ്റ്റ് സ്ലൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഹിയർ ഈസ് ദ ലാസ്റ്റ് സ്ലൈഡ്. So research design is framework of blueprint for conducting marketing research project.
The popular researches are exploratory, descriptive, and conclusive. Exploratory research are pilot studies, secondary data, focus group, case studies. Descriptive research can be done by observation and survey techniques. Causal research is usually done in laboratory and field settings. That's all for today's class. Thank you.